ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 2, പേജ് നമ്പർ 706. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യമാഗതാഃ സർഗേപി നോപജായന്തെ പ്രളയേന വ്യഥന്തി ച. പദാനുപദം. ഇദം ജ്ഞാനം, ഈ ജ്ഞാനത്തെ, ഉപാശ്രിത്യ ആശ്രയിച്ച്, മമ എൻ്റെ, സാധർമ്മ്യം സമാനഭാവം, ആഗതഃ പ്രാപിച്ചവർ, സർഗേ അപി സൃഷ്ടികാലത്ത്, ന ഉപജായന്തേ ജനിക്കുന്നില്ല, പ്രളയേ പ്രളയകാലത്ത്, ന വ്യഥന്തി ച ദുഃഖിക്കുന്നുമില്ല. വിവർത്തനം. ഈ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് എൻ്റേതിനു സമാനമായ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കാൻ കഴിയും. അങ്ങനെ ഉറച്ചു നിന്നുകഴിഞ്ഞാൽ ഒരുവൻ സൃഷ്ടികാലത്ത് ജനിക്കുകയുമില്ല, പ്രളയകാലത്ത് ആകുലചിത്തനാവുകയുമില്ല. ഭാവാർത്ഥം. തികഞ്ഞ ആധ്യാത്മിക ജ്ഞാനം ലഭിച്ചാൽ മനുഷ്യൻ ഗുണങ്ങൾ കൊണ്ട് പരമദിവ്യോത്തമ പുരുഷനോട് തുല്യനാകും. അയാൾ ആവർത്തിച്ചുള്ള ജനന മരണങ്ങളിൽ നിന്നു മോചിതനാകും. എന്നാൽ വ്യക്തിഗതാത്മാവെന്ന നിലയിലുള്ള വ്യക്തിത്വം നഷ്ടമാകുന്നില്ല. പരവ്യോമത്തിലെ ദിവ്യഗ്രഹങ്ങളിൽ എത്തിയ മുക്താത്മാക്കൾ പ്രേമപൂർവം ദിവ്യമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട് എപ്പോഴും ഭഗവത് പാദാരവിന്ദങ്ങളിൽ മനസ്സുറപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് വേദസാഹിത്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് മുക്തി നേടിയാലും ഭക്തന്മാർക്ക് തങ്ങളുടെ വ്യക്തിഭാവം നഷ്ടപ്പെടുന്നില്ല. ഭൗതിക ലോകത്തിൽ നമുക്ക് കിട്ടുന്ന അറിവെന്തും പൊതുവെ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളാൽ ദൂഷിതമാണ്. ത്രിഗുണദൂഷിതമാകാത്ത ജ്ഞാനത്തെ അതീന്ദ്രിയ ജ്ഞാനമെന്ന് പറയുന്നു. അതീന്ദ്രിയ ജ്ഞാനസ്ഥിതനായ ജീവാത്മാവ് പരമപുരുഷന്റെ നിലവാരത്തിൽ എത്തിച്ചേരുന്നു. സ്ഥൂല ശരീരത്തിൻ്റെ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തനായാൽ ലഭിക്കുന്ന ആധ്യാത്മിക വ്യക്തിത്വത്തിന് വൈവിധ്യങ്ങളില്ലെന്നും രൂപമില്ലാതായി തീരുന്നുവെന്നുമാണ് പരവ്യോമത്തെപ്പറ്റി അറിയാത്തവരുടെ വിശ്വാസം.
എന്നാൽ ഈ ഭൗതിക ലോകത്തിലുള്ളതുപോലെ ആധ്യാത്മിക ലോകത്തിലുമുണ്ട് വൈവിധ്യം. ഇതിനെക്കുറിച്ച് അജ്ഞരായവർ ആധ്യാത്മികാസ്തിത്വം ഭൗതിക വൈവിധ്യത്തിന് എതിരാണെന്നു കരുതുന്നു. വാസ്തവത്തിൽ പരവ്യോമത്തിൽ ആത്മീയമായ രൂപം ലഭിക്കുമെന്നുള്ളതാണ് സത്യം. അവിടെ ആത്മീയങ്ങളായ പ്രവർത്തനങ്ങളുണ്ട്. ആധ്യാത്മിക സ്ഥിതിയെ ഭക്തിനിഷ്ഠമായ ജീവിതമെന്ന് പറയാം. അവിടെ അന്തരീക്ഷം മാലിന്യരഹിതവും ജീവാത്മാവ് ഗുണത്തിൽ ഭഗവത് സദൃശനുമാണ്. ഈ അറിവ് ലഭിക്കുന്നതിനായി ഒരാൾക്ക് എല്ലാ ആധ്യാത്മിക ഗുണങ്ങളും വളർത്തിയെടുക്കേണ്ടി വരും. അങ്ങനെ ആധ്യാത്മിക ഗുണങ്ങൾ വളർത്തിയെടുത്തവരെ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയോ പ്രളയമോ ബാധിക്കുകയില്ലതാനും. ഹരേ കൃഷ്ണ.